ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജോയ് മാണിക്കുന്നേൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ടി.എം. എബ്രഹാം സാറിനെയാണ് പരിചയപ്പെട്ടത്. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ്. ഇതിൽ മലയാള നാടകരംഗത്തെ പ്രശ്നങ്ങളെപ്പറ്റി അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യസ്മരണകൾ അദ്ദേഹം അയവിറക്കുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങളെപ്പറ്റി, നാടകങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ അദ്ദേഹത്തിന് കിട്ടിയ പ്രധാന അവാർഡുകളെപ്പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നു. എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം സാറിന് ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? പ്രൊഫഷണൽ ഗ്രൂപ്പ് ഒന്നല്ല, അമച്ചർ ഗ്രൂപ്പ്. അല്ല, അമച്ചറല്ല, ഒരു നാടക ഗ്രൂപ്പ് ഉണ്ടെങ്കിലല്ലേ? ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഞാന് ഈ കാവാലം നാരായണപ്പണിക്കരുടെ പോലെ ഞങ്ങൾ തമ്മിൽ പുള്ളി ചെയർമാനും ഞാൻ വൈസ് ചെയർമാനുമായിരുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യം കേട്ടോ. കാവാലം നാരായണപ്പണിക്കരുടെ ഒപ്പം ഇരിക്കാനൊക്കെ 5 കൊല്ലം. നാടകം എന്നൊന്നും നമ്മൾ പറയണ്ട, തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മതി. പ്രൊഫഷണലൊന്നും പറയണ്ട. അത് ആരൊക്കെയോ പണ്ടുണ്ടാക്കിയിട്ടേക്കണതാ. അത് കാവാലത്തിൻ്റെ നാടകം ഡൽഹിയിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ കൊണ്ടുപോയി കളിക്കുന്ന നാടകങ്ങളാണ്. അപ്പോൾ ഇത് കാണാൻ അവിടെയുള്ളവർക്ക് വലിയ താല്പര്യമാണ്. പക്ഷെ കേരളത്തിലുള്ള ആളുകൾക്ക് കേരള നാടകങ്ങൾ കാണാൻ ഉള്ള അവസരമില്ല, കാണുന്നവർ കുറവാണ്. പക്ഷെ ഞാൻ കണ്ടിരിക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. കാരണം ഈ സംഗീതവും താളവും ഒക്കെ ചേർന്ന ഒരു നാടകമാണ്. ടോട്ടൽ തിയേറ്റർ എന്ന് പറയും. ഡാൻസ്, മ്യൂസിക്, നൃത്തം, ഇങ്ങനെ ചലനം, ബോഡി, ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരിതാണല്ലോ. എല്ലാ കലകളും കൂട്ടി ഇണക്കി വരുന്ന ഒന്നാണ് പുള്ളിയുടെ നാടകം. അപ്പം അങ്ങനെ ആയിരുന്നു നമ്മുടെ കുറേ നാളായിട്ടുള്ള. ഇപ്പോഴും നാടകത്തിൻ്റെ ഇതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പഴയ അതിനേക്കാൾ ഇച്ചിരിയുടെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ പലയിടത്തും ഈ ക്ലാസ്സുകളും ഒക്കെ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് എഴുത്ത് കുറവാണ്. സാറേ, ഈ രംഗത്ത് വന്നിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ? ഞാൻ വന്നിട്ട് 75 എന്ന് പറയുമ്പോഴത്തേനും 75, 76, 51 വർഷം. 51 വർഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നിരന്തരം ഇതിൻ്റെ അതൊന്നുമില്ല. നമ്മുടെ ജോലി, വീട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന കാര്യങ്ങളാണ്. ഈ പെൻഷൻ കിട്ടിയതിന് ശേഷം കൂടുതൽ സമയവും ഇതിനു വേണ്ടിയിട്ടായിരിക്കുമല്ലോ തീർച്ചയായും ചെലവഴിക്കുന്നത്. പെൻഷനെ പറ്റിയുള്ള സംസാരമൊക്കെ അങ്ങനെയാണ്. അപ്പം അത് ഇപ്പോഴും ആരോഗ്യത്തോടുകൂടി നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം ഇതൊക്കെ വായിക്കുകയും ഇതിനെപ്പറ്റി ആലോചിക്കുകയും ഇത് ചെയ്യിക്കാൻ ഉള്ള മാനസികമായ പ്രചോദനമുള്ളതുകൊണ്ട്. അപ്പം നമ്മുടെ മനസ്സ് ചെറുപ്പമായിരിക്കും, നമുക്ക് കൂടുതൽ മുന്നോട്ട് ആക്റ്റീവായിട്ട് പോകാൻ കഴിയും. പിന്നെ നാടകത്തിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ എവിടെ പോയാലും എനിക്ക് പരിചയക്കാരുണ്ട്. കാരണം നമ്മൾ നാടകം ചെയ്യണമെങ്കിൽ, നാടകത്തെപ്പറ്റി പറയണമെങ്കിൽ അവിടെ പോകണം. അല്ലാണ്ട് ഇവിടെ നിന്ന് മൈക്ക് വെച്ചിട്ട് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. പിന്നെ വളരെ ചെറിയ ഒരു ഓഡിയൻസാണ് നിങ്ങൾക്ക് ഉള്ളത് എപ്പോഴും. ആ ചെറിയ ഓഡിയൻസിന് ഈ കലാരൂപത്തിനോട് ഭയങ്കരമായ ഒരു അഭിനിവേശമുണ്ട്. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആളുകളിലൂടെ. അതാണ് നമ്മൾക്ക്. പിന്നെ എന്നെ ഇപ്പോൾ തൊടുപുഴക്കാരൊക്കെ വളരെ കുറച്ച് പേരെ അറിയാൻ സാധ്യതയുള്ളൂ. കാര്യം ഞാൻ അങ്ങോട്ട് പോകുന്നത് വീട്ടിൽ വല്ല ചടങ്ങൊക്കെ ഉള്ളപ്പോൾ മാത്രമല്ലേ ഞാൻ പോകാറുള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ അവിടെ ഞാൻ ഏതോ ഒരു പരിപാടിക്ക് പോയി. പിള്ളേരെ ഒന്നും കണ്ടിട്ട് ആരും അറിയില്ല. നെയ്ശ്ശേരിയില്ല ഒരു പുതിയ തലമുറേനെ ഒന്നും ഞാൻ അറിയില്ല. പറഞ്ഞു കഴിയുമ്പോൾ, വീട്ടുപേരൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അറിയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരാളെ, ഞാനും സാറിന് എനിക്ക് പരിചയമില്ല, സാറിന് അനിയന്മാരെയും അമ്മമാരെയൊക്കെ എനിക്ക് പരിചയമുള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട് ദേശീയക്കാരനാണ്, FACT ജോലിയുള്ള ആളാണ്, സംവിധാനത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്ന് പേപ്പറിൽ വായിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് കവിഞ്ഞ് ഈ സാറിനെ പറ്റി എനിക്ക് ഒത്തിരി അറിവുകളില്ല. അങ്ങനെ നാടക രംഗത്ത് നിൽക്കുന്നു എന്നുള്ള അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, നാടകത്തിൽ പ്രൊഫഷണൽ നാടകമാണെങ്കിൽ ഇത്രയോടെ അറിഞ്ഞാൽ. പ്രൊഫഷണൽ നാടകം എന്നൊക്കെ പറഞ്ഞാൽ 1 കൊല്ലമേ ഉള്ളൂ ഒരു നാടകത്തിൻ്റെ ആയുസ്. അത് 1 കൊല്ലം പോലും ഇല്ല. ഒരു മെയ് മാസത്തിൽ തുടങ്ങി, മെയ് മാസത്തിൽ റിഹേഴ്സൽ തുടങ്ങി അടുത്ത മെയ് മാസം വരെ ആണ് ഒരു പ്രൊഫഷണൽ നാടകത്തിൻ്റെ ആയുസ്. അപ്പോൾ കഴിയുന്നിടത്തോളം മാക്സിമം സ്ഥലങ്ങളിൽ അവതരിപ്പിക്കും. അപ്പോൾ പക്ഷെ അതൊരു പോപ്പുലർ തലത്തിലാണ് ഈ പ്രൊഫഷണൽ നാടകങ്ങൾ നിൽക്കുന്നത്. പക്ഷേ പ്രൊഫഷണൽ നാടകത്തിലും ഒത്തിരി മാറ്റം വന്നു. ഞാൻ ഈ KCBCയുടെ
പ്രൊഫഷണൽ നാടക മത്സരമുണ്ട്. ഈ ബിഷപ്പ് കത്തോലിക്ക ബിഷപ്പ്മാരുടെ സമിതി KCBC അതിൻ്റെ ജൂറിയാണ് മലപ്പുറം 34 കൊല്ലമായി. അപ്പം അത് അന്നത്തെ നാടകവും ഇന്നത്തെ നാടകമായിട്ട് നോക്കുമ്പോഴത്തേനും വലിയ മാറ്റമുണ്ട്. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? പോസിറ്റീവാണ്. കണ്ടന്റ് ബേസ് ഭയങ്കര മാറ്റമില്ലെങ്കിൽ, അതായത് ഉള്ളടക്കം വലിയ മാറ്റമൊന്നുമില്ല. നാടകം എഴുതണന്മാർ അന്ന് എഴുതുന്നതും ഇന്ന് എഴുതുന്നതും വലിയ, പക്ഷേ അതിൻ്റെ അകത്തുള്ള സംവിധാനം ഗംഭീരമാണ്, സെറ്റ് ഗംഭീരമാണ്, പിന്നെ ബാക്കി ലൈറ്റാണ് അതിഗംഭീരമായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള സാങ്കേതിക അംശങ്ങളിലൊക്കെ പ്രൊഫഷണൽ നാടകത്തിൽ മാറ്റം വന്നു. അതിൻ്റെ കാരണം ഈ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്ന ഒരു സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങി. അപ്പോൾ അവിടെ നാടകത്തിന് ബിരുദ കോഴ്സ് തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് പാസ്സായ ഒട്ടേറെ ആളുകൾ 100-400 പേരെങ്കിലും അവിടെ നിന്ന് പാസ്സായിരുന്നു. ഞാൻ അവിടുത്തെ ഒരു സ്ഥിരം ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ അവിടെ നിന്ന് പാസ്സായ ആൾക്കാരുടെയൊക്കെയാണ് ഈ ലൈറ്റിങ്ങിലും ഈ സാങ്കേതിക അംശങ്ങളിലും സംവിധാന കലയിലും ഒക്കെ മാറ്റം വരുത്തി. അവർക്ക് ടെക്നോളജി അവരുടെ ടെക്നോളജി ഉണ്ട് എന്ന് മാത്രമല്ല, ഞാൻ ഇത്തവണത്തെ ഈ അക്കാഡമി നടത്തിയ അവർ 2 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു അമച്വർ നാടകത്തിന് സർക്കാർ കൊടുത്തിട്ട് നടത്തിയപ്പോൾ അതിൻ്റെ സെലക്ഷൻ ബോർഡിലും അതിൻ്റെ അവതരണത്തിലും ഒക്കെ ഞാനുണ്ടായിരുന്നു കാണാൻ ജൂറിയായിട്ട്. അപ്പോൾ അത് കണ്ടൻറ്റിലൊന്നും മാറ്റമില്ല, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഡ്രാമ സ്കൂളിൽ നിന്ന് പഠിച്ച കുട്ടികൾ ചെയ്യുന്ന വലിയൊരു അബദ്ധമുണ്ട്. അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ നോക്കും. ലോകത്തിലുണ്ടായിട്ടുള്ള പല നാടകങ്ങളും യൂട്യൂബിലുണ്ട്. അതിൽ നോക്കിയിട്ട് അതിൽ വിഷ്വൽ ഭംഗിയുള്ള ചില സാധനങ്ങൾ പിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി അനവസരത്തിൽ കൊണ്ടുപോയി പ്രയോഗിക്കുന്ന ഒരു രീതി വന്നു. നല്ല രചനകൾ പോലും മോശമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടു. അത് ഇവർ വല്ലാത്ത പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനിത് പരസ്യമായിട്ട് ഇപ്പോഴാണ് പറയണതെന്ന് എനിക്ക് തോന്നുന്നത്. അവരോട് ഒറ്റയ്ക്കൊറ്റയ്ക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഓടി നടക്കുന്ന ഒരു നാടകമുണ്ട്, അത് എൻ്റെ ജൂറി ചെയർമാൻ ഞാനായിരുന്നു. അതായത് മറ്റേ എന്താ പറയുന്നത്, മാടൻ മോക്ഷം. അത് ഒരു പുറത്താണ്, ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് ഒരു കിണറുമൊക്കെ ആയിട്ട് ഉള്ള ഒരു സ്റ്റേജ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു നാടകമാണ്. വളരെ വ്യത്യസ്തമായ ഒരു നാടകമാണ്. അതിൽ ഒരു നടനമൊക്കെ ഉണ്ട്. അതായത് അത് പുതിയ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുന്നത് നല്ലതാണ്. കാര്യം അത് എവിടെയെങ്കിലും വരുമെങ്കിൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഭിനയ കലയിലും അവതരണത്തിൻ്റെ കലയിലും വളരെ വ്യത്യസ്തത പുലർത്തുന്ന നാടകമാണ്. പിന്നെ അടിമുടി അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്, ജാതിയും രാഷ്ട്രീയവും എല്ലാം ഉണ്ട്. അതായത് സമകാലിക ജീവിതം എങ്ങനെയാണ് നമ്മുടെ കൺമുമ്പിൽ അനാവൃതമാവുന്നത്, നമ്മുടെ ദേശത്തിൻ്റെ അവസ്ഥ, ഇതെല്ലാം നാടകത്തിൽ പച്ചയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പണ്ട് മിമിക്രി നിന്നാണ് നാടകത്തെ സിനിമയിലേക്ക് ആളുകൾ എടുത്തുകൊണ്ടിരുന്നത്. മിമിക്രിയിൽ നിന്ന് നമ്മുടെ ജയറാം വരെ അവിടെ. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കണേ. സിനിമയിൽ റോള് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നാടകത്തിൽ അഭിനയിച്ചവരെ മതി. അതൊരു പുതിയ അറിവാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒറിജിനൽ ആക്ടിങ്. മറ്റേത് വേറെ ഒരാളെ അനുകരിക്കുകയാണ്. അനുകരണമായിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അവർ പിന്നെ ഗ്രേറ്റ് ആക്ടേഴ്സായിട്ട് മാറിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്നവരൊക്കെ വലിയ ആക്ടർ. ഈ മുരളിയില്ല, നടൻ മുരളി മരിച്ചുപോയി, അയാൾക്ക് നാടകത്തിൽ നിന്ന് വന്നതാണ്. അതുപോലെ നെടുമുടി നാടകത്തിൽ നിന്ന് വന്നതാണ്. നെടുമുടിയൊക്കെ പിന്നെ കുറച്ചു നാൾ മിമിക്രിയും കൊണ്ട് നടന്നു. പക്ഷേ അത് കുറേ സമയം കഴിഞ്ഞപ്പോൾ അയാൾ മാറ്റി നാടകത്തിൽ തന്നെ ഇരുന്നു. പ്രേംജി. അപ്പം ആ നാടകം തന്നെയാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാനപരമായ ഊർജം നൽകണ ഒരു കല. സാറിൻ്റെ ഈ ചെറുപ്പകാലത്തെ പറ്റി ഒന്ന്, അവിടുത്തെ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ, സ്കൂളിലെ അനുഭവങ്ങൾ, അതായത് ഇത് കൂടുതൽ കാണുന്നത് നെയ്ശ്ശേരിക്കാരായിരിക്കും. ആ നെയ്ശ്ശേരിയുമായി ബന്ധപ്പെടുന്ന സാറിന് ഓർമ്മിക്കാൻ പറ്റുന്ന. ഞാനവിടെ നെയ്ശ്ശേരി സ്കൂളിൽ പഠിക്കുന്ന കാലത്തുമൊക്കെ നമ്മൾ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. സ്കൂൾ വാർഷികത്തിനൊക്കെയുള്ള നാടകങ്ങളിൽ പരീക്ഷ സാറൊക്കെ ആയിരുന്നു
ഈ നാടകം സെലക്ട് ചെയ്യുന്നതൊക്കെ മരിച്ചുപോയി പരീക്ഷ. പുള്ളി തൽപരനായിരുന്നു. എന്നെയൊക്കെ നാടകത്തിലേക്ക് കൊണ്ടുവന്നത് അന്നത്തെ കാലത്ത് കൊണ്ടുവന്നതിൽ പരീക്കൽ സാറിന് നല്ല പങ്കുണ്ട്. പരീക്കൽ സാറുണ്ട്, പിന്നെ വർക്കി സാറും അതിൻ്റെയൊക്കെ ചുറ്റുപാടും നിൽക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഓർമ്മയാണ് എനിക്ക് അതിനെപ്പറ്റിയൊക്കെ ഉള്ളത്. പിന്നെ ഞാനന്ന് വാർഷികത്തിന് 2 കൊല്ലമെങ്കിലും അവിടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സൊഡാലിറ്റി എന്നൊക്കെ പറയുന്നത് ഭക്തസംഘടനകൾ, അതിലൊക്കെ CL ജോസിൻ്റെ 1-2 നാടകങ്ങളിൽ, 2 അതിൽ കൂടുതലുണ്ടെന്ന് നാടകങ്ങളിൽ ഞാനൊന്നും ആയിരുന്നില്ല. പിള്ളേര് തന്നെ നാടകം കണ്ടെത്തുന്നു, പിള്ളേര് തന്നെ അഭിനയിക്കുന്നു, അവതരിപ്പിക്കുന്നു. അതിനകത്ത് വേറൊരു കാര്യം ഈ കാണാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കുറ്റം കണ്ടുപിടിക്കാനല്ല ഇരിക്കണേ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആൾക്കാർ കാണിക്കുന്ന എന്നുള്ള രീതിക്കുള്ള ഒരു ആത്മബന്ധമുണ്ട് നടനും അഭിനേതാവും പ്രേക്ഷകരും. അതുമൊക്കെ ഉണ്ട്. അവരുടെ ഒരു സ്നേഹമുണ്ട്. അതെല്ലാം അതൊക്കെ നമ്മൾ വേറൊരിടത്ത് പോയാൽ കിട്ടില്ല. സാറിന്റെ ഫാമിലിയെ പറ്റി അറിയാനും നേശ്വരിക്കാർക്ക് തീർച്ചയായും താല്പര്യമുണ്ട്. അതും കൂടി ഒന്ന് ചെറിയ തോതിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. എനിക്ക് ഭാര്യ, 3 മക്കൾ. ഭാര്യ BSNL റിട്ടയർ ചെയ്ത് അവിടെ DGM ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. മാളക്കാരിയാണ്, മാള, മേക്കാട്ടുപറമ്പിൽ എന്ന് പറയും. പിന്നെ 3 കുട്ടികളാണുള്ളത്. 3 കുട്ടികളിൽ 2 ആണും 1 പെണ്ണുമാണുള്ളത്. അപ്പോൾ 2 ആണും ആൺപിള്ളേരും B.Tech കഴിഞ്ഞ് അവർ അമേരിക്കയിലാണ്. 2 പേരും ഗൂഗിളിൽ വർക്ക് ചെയ്യണേ. ഇപ്പം 2 സെക്ഷനാണ്. പിന്നെ ഇളയത് മകളാണ്. മകളൊരല്പം റിട്ടാർഡാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ പടിഞ്ഞാറെ കുഞ്ഞേട്ടനാണ് നെയ്ശ്ശേരിയിലെ പഞ്ചായത്ത് മെമ്പർ. പടിഞ്ഞാറെ കുഞ്ഞേട്ടൻ്റെ മകൻ എന്നുള്ളതാണ് ഞങ്ങളുടെ ഓർമ്മ. ഞങ്ങൾ ചോദിച്ചാലും അങ്ങനെ പറയണേ. അതാണ് എല്ലാവരും അറിയുന്ന ആള്. ഞങ്ങളുടെ പേരൊന്നും ആളുകൾക്ക് അറിയില്ല. പടിഞ്ഞാറെ കുഞ്ഞേട്ടൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അന്നറിയുമായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്നറിയില്ല. ഞങ്ങൾ മിക്കവാറും നെയ്ശ്ശേരിയിൽ എല്ലാ പൊതുകാര്യങ്ങളിലും അപ്പനയുടെ പൊതുകാര്യങ്ങളൊക്കെ അറിയാം. അത് ഞങ്ങൾക്കും കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇല്ലയെന്ന് പറയാൻ പറ്റും എന്നാണ് എൻ്റെ. കാരണം അവരും വലിയ ആളുകളാകണം. ഇപ്പോൾ നെയ്ശ്ശേരിയിൽ വേറെ ഒരു വിദ്വാൻ PJ ജോസഫ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു ഇവിടെ പുത്തൻകുളത്തിൽ സാറ് ഇവിടെ നിർമ്മല കോളേജിലെ പ്രൊഫസറായിരുന്നു. മലയാളത്തിൻ്റെ സാഹിത്യത്തിൽ ഈ പരിഷത്തിലൊക്കെ പുള്ളിയുടെ പേരുണ്ട്. പുള്ളി അതിൻ്റെ ഭാരവാഹിയൊക്കെ ആയിരുന്നു. അത് നെയ്ശ്ശേരി എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ളൊരു സ്ഥലത്തു നിന്ന് അന്നത്തെ കാലത്ത് വന്നിവിടം വരെയൊക്കെ എത്തിയില്ലേ. അത് നമ്മൾ ചെറുതായിട്ടൊന്നും കണ്ടിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള പല ആൾക്കാരുണ്ട്. അതുപോലെ അപ്പോൾ സാറേ, ഒരിക്കൽ കൂടി നന്ദി. എല്ലാവരുടെയും നെയ്ശ്ശേരിക്കാരുടെ വകയായി എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ. ഞാൻ നെയ്ശ്ശേരിക്കാരനാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കാൻ എനിക്ക് കഴിയണം. അപ്പോൾ എല്ലാവർക്കും എല്ലാ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ശ്രീ TM എബ്രഹാം സാറിന് അദ്ദേഹം മലയാള നാടക രംഗത്തും മലയാള സാഹിത്യത്തിനും ചെയ്ത സംഭാവനകൾ പരിഗണിച്ച് ധാരാളം അവാർഡുകളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഏതാനും അവാർഡുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അഖില കേരള നാടക മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ നാടകത്തിന് ഏറ്റവും നല്ല നാടകത്തിനുള്ള 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. ഇത് 1976-ലാണ്. 1980 കേരള സംസ്ഥാന നാടക മത്സരത്തിൽ അഹം അഹം എന്ന നാടകത്തിന് ഏറ്റവും നല്ല നാടകത്തിനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചു. കൂടാതെ ഏറ്റവും നല്ല സംവിധായകനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിനാണ് ലഭിച്ചത്. ഈ നാടകത്തിൽ അഭിനയിച്ച ബാബു നമ്പൂതിരിക്ക് ഏറ്റവും നല്ല നടനുള്ള അവാർഡും ലഭിക്കുകയുണ്ടായി. 1981 പെരുന്തച്ചൻ എന്ന നാടകത്തിന് സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല നാടകരചനയ്ക്കുള്ള അവാർഡ് ലഭിച്ചു. 1994 സംഗീത നാടക അക്കാദമി ഏർപ്പെടുത്തിയ പ്രത്യേക അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി.
1993 വരെ നാടകരംഗത്ത് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അവാർഡ് നൽകിയത്. 1994 KCBC കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് അവാർഡ് ലഭിക്കുകയുണ്ടായി. നാടകരംഗത്ത് അദ്ദേഹം അത്രയും കാലം നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അവാർഡ് ലഭിച്ചത്. 2000 അദ്ദേഹത്തിന് VT പട്ടുതിരിപ്പാട് ട്രസ്റ്റ് അവാർഡ് ലഭിക്കുകയുണ്ടായി. 2000 മുൻപ് 3 വർഷങ്ങളിൽ പുറത്തിറക്കിയ ഏറ്റവും നല്ല കൃതിക്കുള്ള അവാർഡാണ് ഇത്. അദ്ദേഹത്തിന്റെ കീറി മുറിച്ച കണ്ണ് എന്ന നാടക സമാഹാരത്തിനാണ് അവാർഡ് കിട്ടിയത്. 2007 കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ നാടകത്തിനുള്ള ഫെലോഷിപ്പ് ലഭിക്കുകയുണ്ടായി. നാടകരംഗത്തെ വിലമതിക്കാനാകാത്ത സംഭാവനകൾ പരിഗണിച്ച് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ നാടകത്തിനുള്ള ഫെലോഷിപ്പാണ് ഇത്. 2023 നാടക രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും വലിയ അവാർഡാണിത്. 2025 നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് തൃശൂർ രംഗചേതന അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഇവയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ ഒരു നോവലിന് കുങ്കുമം അവാർഡ് ലഭിച്ചു. നാടകം, സാഹിത്യം, സംസ്കാരം എന്നീ മേഖലകളിലെ അദ്ദേഹത്തിന്റെ ദീർഘകാല സേവനങ്ങളെ ആദരിച്ച് വളരെയധികം അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ സൂചിപ്പിക്കുക ബുദ്ധിമുട്ടാണ്. ഇത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡൽഹിയിലെ ഫെലോഷിപ്പാണ്. ഇത് കേരള ഗവൺമെന്റ് പ്രൊഫഷണൽ നാടകത്തിന് മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയതിന് കാനായി കുഞ്ഞിരാമൻ ഡിസൈൻ ചെയ്ത സമ്മാനമാണ്. ഇത് കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പിന്റെ പുരസ്കാരമാണ്. ഇത് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇപ്റ്റയുടെ VT നാടകത്തിനുള്ള VT പട്ടുതിരിപ്പാട്. ശ്രീ TM എബ്രഹാത്തിന്റെ നാടകങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അഹം അഹം ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. പെരുന്തച്ചൻ, രഥം, 10 കന്യകമാർ, സ്വപ്നഭവനം, പ്രാവുകൾ ഇപ്പോൾ കരയുന്നില്ല, കള്ളനെ പോലൊരാൾ, ഹോൾ എന്ന പക്ഷി, കൊഴുത്ത കാളക്കുട്ടി, എലികൾ, സ്മൃതിഗാഥ, നഷ്ടപ്പെട്ട ചിറകുകൾ, മഞ്ഞുതുള്ളികൾ, യയാതി, നിത്യതയുടെ കവാടം, ആരണ്യം, പ്രൊമിത്യൂസ്, പഥികൻ, വിശുദ്ധ മന്ദിരം, അനന്തരം, ജ്വാലാമുഖികൾ, അത്ഭുതാങ്കണം, ഏകാഗിയുടെ താഴ്വര, പിതാക്കന്മാരുടെ പാവങ്ങൾ, അപരിചിതരുടെ ആലയം, ശാപങ്ങൾ ഏറ്റുവാങ്ങിയ സ്ത്രീ, രക്തബലി, പേരില്ലാത്ത ഒരാൾ, കണ്ണാടി, ശിശിരസന്ധ്യ, ലോകം, പിശാച്, ക്രിസ്മസ് രാത്രി, കീറിമുറിച്ച കണ്ണ്, അവസാനത്തെ താവളം, ജാലകം, തവിട്ട് നിറമുള്ള പ്രഭാതം. ഇദ്ദേഹം 20-ലധികം നാടകങ്ങളും 1 നോവലും തർജ്ജമ ചെയ്തിട്ടുണ്ട്. വിവർത്തനം ചെയ്ത കൃതികളിൽ ഓസ്കാർ വൈൽഡിന്റെ സലോമി,
ആൽബർ കാമ്യുവിൻ്റെ കലികുള, 4 നാടകങ്ങളുടെ ഒരു സമാഹാരമായ അന്തർ അന്തരെ നയിക്കുമ്പോൾ, ജീൻ പോൾ സാർത്തറിൻ്റെ മാന്യയായ വേശ്യ, കൂടാതെ മോറിസ് മേറ്റർലിങ്ങിൻ്റെ മറിയം മഗ്ദലേന എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ. ഇദ്ദേഹം പല ഭാഷകളിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് വിവർത്തനം ചെയ്തത് എങ്കിലും അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തവയാണ് മലയാളത്തിലേക്ക് വീണ്ടും വിവർത്തനം ചെയ്തത്. ഇദ്ദേഹം 2 നോവലുകൾ എഴുതിയിട്ടുണ്ട്. കൂടാതെ യേശുവിൻ്റെ സുവിശേഷം എന്ന ഒരു പുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇത് ഡച്ച് ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്തതാണ്.